നമ്മൾ ആദ്യം സംസാരിക്കാൻ പോകുന്നത് ദളപതി വിജയ് നായകനായി എത്തുന്ന ജനനായകൻ എന്ന സിനിമയുടെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റിനെ കുറിച്ചാണ്. അപ്ഡേറ്റിനേക്കാളുപരി ഈ മനുഷ്യൻ എല്ലാ വർഷവും തീർക്കുന്ന ഒരു സ്റ്റോം ഉണ്ട്, ബോക്സ് ഓഫീസിൽ ഒരു കൊടുങ്കാറ്റുണ്ട്. നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 11:59 ജനനായകൻ എന്ന സിനിമയുടെ ടിക്കറ്റ് ബുക്കിങ്ങുകൾ ഓൺ ആകും എന്ന് പറഞ്ഞുകൊണ്ട് ഒഫീഷ്യലി ഒരു സ്റ്റേറ്റ്മെൻറ്റ് പുറത്തു വന്നിരുന്നു. അപ്പോൾ പലരും അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പായിരുന്നു, ചിലരൊക്കെ ന്യൂ ഇയർ ആഘോഷത്തിലൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ഈ 11:59 മുൻപ് തന്നെ കുറച്ച് തിയേറ്ററുകളിൽ ഈ ടിക്കറ്റ് ബുക്കിംഗ് അങ്ങ് ഓണായി എന്നത് അവിടെ ഇരിക്കട്ടെ. പക്ഷേ ഓരോ തവണ ഓരോ സിനിമകൾ കഴിയുമ്പോഴും ഈ വിജയ് എന്ന് പറയുന്ന ബ്രാൻഡ് എത്രമാത്രമാണ് മാറുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും എന്നതിൻ്റെ ഏറ്റവും പ്രൈം ആൻഡ് ലേറ്റസ്റ്റ് എക്സാമ്പിളാണ് ജനനായകൻ. പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ഈ ടിക്കറ്റ് ബുക്കിംഗ് ഓൺ ആകുന്ന തിയേറ്ററുകളിൽ രാവിലെ 6 മണിക്കുള്ള ഫാൻ ഷോ ഉണ്ടല്ലോ, ആ രാവിലെ 6 മണിക്കുള്ള ഷോ ബുക്ക് മൈ ഷോയിലിട്ട് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പേ, അതായത് 1 മുതൽ 2 മിനിറ്റുകൾക്കുള്ളിൽ ഈ ടിക്കറ്റുകളൊക്കെ ഹൗസ്ഫുള്ളാവും. ഇതെല്ലാം ഹൗസ്ഫുള്ളാവും. ഈ ഹൗസ്ഫുൾ ആകുന്നത് നമുക്ക് കാണാൻ പറ്റും, ഇങ്ങനെ ഹൗസ്ഫുൾ ആവുന്നത്. കാരണം വെറും സെക്കൻഡുകളുടെ വ്യത്യാസത്തിലാണ് ഇത് ഓണാകുന്നു, അപ്പം തന്നെ ഹൗസ്ഫുൾ ആവുന്നു. അത്രയധികം ടിക്കറ്റുകൾ വിൽക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത്രയധികം ആരാധകർ കാത്തിരിക്കുന്ന ഒരു ഷോ ആയിട്ട് 6 മണിയുടെ ഷോ മാറി. പല കാര്യങ്ങൾ അതിലുണ്ട്. വിജയുടെ അവസാനത്തെ സിനിമയാണ്. ഇനി വിജയെ തിയേറ്ററുകളിൽ ഒരു പുതിയ സിനിമയിൽ കാണാൻ സാധിക്കില്ല. ഇവർ തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന 1 ലാസ്റ്റ് ഡാൻസ്, 1 ലാസ്റ്റ് ഓഡിയോ ലോഞ്ച്, 1 ലാസ്റ്റ് ഫിലിം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതേ രീതിയിൽ വിജയ് അവസാനമായി റിലീസുകളിലൊന്നും അല്ലാതെ ഒരു പുതിയ വിജയെ തിയേറ്ററുകളിൽ കാണാൻ സാധിക്കുന്നതിൻ്റെ ഒരു ഭയങ്കരമായ വിഷമവും സന്തോഷവും എല്ലാം കൂടെ കലർന്ന ഒരു മിക്സഡ് ഫീലിംഗ് ആയിരിക്കും ആരാധകർക്കുള്ളത്. പക്ഷേ ഇങ്ങനെയുണ്ട് ഒരു തൂക്കിയടി. അങ്ങനെയുള്ള ഒരു തൂക്കിയടിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അർദ്ധരാത്രി കണ്ടത്. 2 മിനിറ്റ് അതിനുള്ളിൽ തന്നെ 6 മണിക്കുള്ള പല തിയേറ്ററുകളിലെയും എല്ലാ തിയേറ്ററുകളിലെയും ഷോ ഹൗസ്ഫുള്ളായി മാറുക എന്ന് പറയുന്നത് ചെറിയ പരിപാടിയല്ല. അത് തീർക്കാൻ പറ്റുന്നതെങ്കിൽ അത് സൗത്ത് ഇന്ത്യയിൽ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു താരമേ ഇന്ന് ഇവിടെ ഉള്ളൂ, അത് ദളപതി വിജയാണ്. ഇന്ന് സൗത്ത് ഇന്ത്യയിൽ മാത്രമല്ല, നിങ്ങൾ മൊത്തത്തിലെടുത്തോ, നമ്മൾ ഇന്ത്യ മൊത്തത്തിലെടുത്ത് നോക്കിയാൽ പോലും ഇങ്ങനെ ഒരു അടിക്കാൻ പറ്റുന്നത് വിജയ്ക്ക് മാത്രമാണ്. ഒരു പക്ഷേ ഞാൻ ഷാറൂഖ് ഖാൻ ചിത്രങ്ങൾക്ക് പോലും ചോദിക്കാം, ഇങ്ങനെയും വളരെ മിന്നൽ വേഗത്തിൽ ലൈറ്റ്നിങ് സ്പീഡിൽ ആദ്യ പ്രദർശനത്തിനുള്ള ഷോയിലെ ടിക്കറ്റുകളൊക്കെ വിറ്റഴിക്കപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കരമായി നമ്മൾ വളരെ അപൂർവമായി മാത്രം കാണുന്നതാണ്. അത് ആ അപൂർവത വിജയ്ക്കുള്ള മാത്രമുള്ള റെക്കോർഡാണ്. ഇനിയും പല തിയേറ്റേഴ്സിലും 6 മണിക്കുള്ള ഷോയൊക്കെ പുറത്തു വരാനുണ്ട്. പലരും അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രം പല തിയേറ്ററുകളിലെയും ബാക്കിയുള്ള ഷോയിലെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാതെ മറ്റ് തിയേറ്ററുകളിലെ 6 മണി ഷോയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒട്ടനവധി ആരാധകരുണ്ട്. അവർ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. ബാക്കി ഷോയ്ക്കൊക്കെ നല്ല പച്ചകത്തി കിടപ്പുണ്ട്, അതൊക്കെ നല്ല അവിടെ വെയിറ്റ് ചെയ്ത് നമുക്കൊക്കെ കാണാൻ വേണ്ടിയിട്ട് സൗകര്യത്തോടെ ഉണ്ട്. പക്ഷേ ഫാൻ ഷോ ആരാധകർക്കൊപ്പം ഇരുന്ന് ആസ്വദിച്ച് കാണാൻ വേണ്ടിയിട്ടുള്ള ആ ഷോയുടെ ടിക്കറ്റുകളാണ് മിന്നൽ വേഗത്തിൽ ശരവേഗത്തിലേക്ക് മാറുന്നത്. ഈ അർദ്ധരാത്രി 12 മണിക്കൊക്കെ ചില തിയേറ്ററുകളിലൊക്കെയാണ് ഈ ടിക്കറ്റ് ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയത്. ആ സമയത്ത് പോലും അവസാനത്തെ 1 മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിൽ ട്രെൻഡിങ് ലിസ്റ്റിൽ നിന്നു ജനനായകൻ. ഏകദേശം 10,000-ഓളം ടിക്കറ്റുകളാണ് ആ സമയത്ത് ബുക്ക് ചെയ്യപ്പെട്ടത് എന്നുള്ളത് ട്രെൻഡിങ് ലിസ്റ്റിൽ കാണപ്പെടാം. അതും ഈ അർദ്ധരാത്രിയാണ്, അത് ആലോചിച്ച് നോക്കണം. ആ സമയത്താണ് ഇവർ ബുക്കിംഗ് ആരംഭിക്കുന്നത്. ആ സമയത്ത് ഉണ്ടായ ആ ഒരു ഭീകരമായ ഹൈപ്പിനേക്കാൾ ഉപരി ആ സമയത്തുണ്ടായ ട്രെൻഡും വളരെയധികം നിർണായകവും കൂടിയാണ്. അങ്ങനെയാണ് ഈ സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് ആയിട്ട് മാറിയത്. സോ ഓരോ വിജയ് പടത്തിനും നമ്മൾ കഴിഞ്ഞ വാരിസ് എടുത്ത് നോക്കി, വലിയ ലോ ഹൈപ്പിൽ ഇറങ്ങിയ വാരിസ് എടുത്തത് മുതൽ വലിയ ഹൈപ്പിൽ ഇറങ്ങിയ ലിയോ ആയാലും എത്ര പടങ്ങളായാൽ പോലും അതിലൊക്കെ തന്നെ നമ്മൾ ഇതേ ടിക്കറ്റ് ബുക്കിങ്ങിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഓരോ പടം കഴിയുമ്പോൾ പോലും ഈ വേഗത കൂടുന്നതെന്നല്ലാതെ കുറയുന്നില്ല, വേഗത കൂടുന്നുണ്ട്. ഒരു ലിയോയ്ക്കാണെങ്കിൽ 4 മിനിറ്റിനുള്ളിൽ 6 മണിയുടെ ഷോ ഹൗസ്ഫുള്ളായി മാറുന്നു. വാരിസിനാണെങ്കിൽ 3 മിനിറ്റിനുള്ളിൽ ഹൗസ്ഫുള്ളായി മാറുന്നു. ഇതിപ്പോൾ 2 മിനിറ്റിനുള്ളിൽ ഹൗസ്ഫുള്ളായി. ഇതിങ്ങനെ കൂടുന്നു എന്നുള്ളതല്ല, അതിന് കുറവൊന്നും സംഭവിക്കുന്നില്ല. അതായത് ടൈം വളരെ വേഗത്തിൽ തീരുന്നു എന്നുള്ളതല്ലാതെ വേറൊന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ അങ്ങനെയാണ് വിജയുടെ ടിക്കറ്റ് ബുക്കിംഗ് സംഭവിക്കുന്നത്. അത്രയധികം കാത്തിരിക്കുന്ന, അത്രയധികം ആരാധക വൃന്ദമുള്ള, അതിനെപ്പറ്റി നമ്മൾ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ പറയേണ്ട കാര്യമൊന്നുമില്ല. വിജയുടെ ആരാധകരെയും വിജയെ പറ്റിയും സംസാരിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ വിജയുടെ അവസാനത്തെ സിനിമയാണ് ജനനായകൻ, അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ. ഇനി അദ്ദേഹം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ ജനുവരി 9 കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ സിനിമാ മേഖലയിൽ നിന്നേ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. പലർക്കും ഇപ്പോഴും അത് ഡൈജസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് വാസ്തവമാണ്. അദ്ദേഹം ഇത് കഴിഞ്ഞ ഒരു വർഷം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്.
ഞാൻ സിനിമ വിടാൻ പോവാണ്, എൻ്റെ അവസാനത്തെ സിനിമ ഇതായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ പോലും എവിടെയോ ഒരു റേ ഓഫ് ഹോപ്പ് ഉണ്ട്. ഇപ്പം ലിയോ 2 ഒക്കെ വരുമെന്ന് പറയുമ്പോൾ പോലും വിജയ് പറഞ്ഞിട്ടുണ്ട്, ഇല്ല ലിയോ 2 വരില്ല, ഞാനതിലുണ്ടാവില്ല, ഞാനില്ലാതെ നിങ്ങൾ ലിയോ 2 എടുക്കുന്നെങ്കിൽ നിങ്ങൾ എടുത്തു എന്നുള്ളത് വിജയ് പറഞ്ഞു. അവ വിജയ് ഉണ്ടാവില്ല എന്നുള്ളത് വിജയ് ആദ്യം തൊട്ടേ പറയുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത് പെട്ടെന്ന് ഉടനെ ഉണ്ടായ ഒരു തീരുമാനമൊന്നുമില്ല. ഇപ്പം തന്നെ ജനനായകൻ്റെ ഓഡിയോ ലോഞ്ച് സമയത്ത് വെച്ച് വിജയ് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇതെൻ്റെ അവസാന സിനിമയായിരിക്കും എന്നുള്ളതാണ്. അത് ഞാൻ പലയിടത്തും സോഷ്യൽ മീഡിയ റീൽസ് ആയിട്ട് കണ്ടു. അതെന്തോ ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്ന പോലെ. വിജയ് അതിന് മുന്നേ തന്നെ പലയിടത്തും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ വിജയ് ഒന്നുകൂടെ അത് ഊട്ടി ഉറപ്പിക്കുമ്പോൾ വീണ്ടും ഒരു വിഷമം ഉണ്ടാകുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ് സിനിമാ മേഖലയെ സംബന്ധിച്ചിടത്തോളം. അതും വിജയ് ആരാധകർക്ക് മാത്രമല്ല ഇതിൻ്റെ വിഷമം ഉണ്ടാകുന്നത്. വിജയ് എന്ന നടനേക്കാളുപരി അയാളെന്ന് ബിസിനസ്മാനെയാണ്. ബിസിനസ്മാൻ ഇൻ ദ സെൻസ് വിജയ് ഒരു ഫ്രട്ടേണിറ്റി നടത്തുന്നതെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ അയാളെ ചുറ്റിപ്പറ്റി കുറേ ബിസിനസ് നടക്കുന്നുണ്ട്. സാറ്റലൈറ്റ് ആയാലും ഓഡിയോ ആയാലും OTT ആയാലും എല്ലാ രീതിയിലും, തിയേറ്ററിക്കലായാലും ഡിസ്ട്രിബ്യൂഷൻ, എക്സിബിഷൻസ്, എല്ലാ രീതിയിലും പുള്ളിയെ ചുറ്റിപ്പറ്റി ഒരു വലിയ ലോകമുണ്ട്. പുള്ളിയുടെ സിനിമകൾ വരുമ്പോൾ മാത്രം വലിയ സാമ്രാജ്യം പോലെ കെട്ടിപ്പടുക്കാൻ പറ്റുന്ന ഒരു ലോകമുണ്ട്. എത്രയോ തിയേറ്റർ ഓണേഴ്സ് പറഞ്ഞിട്ടൊരു കാര്യമാണ്, ഡള്ളായിട്ട് നിൽക്കുന്ന തിയേറ്റർ മാർക്കറ്റ്സൊക്കെ വിജയ് ചിത്രം വന്നിട്ടാണ് ബൂസ്റ്റ് ചെയ്തത്. മാസ്റ്റർ 50% ഒക്യുപ്പൻസിയിൽ കോവിഡ് സമയത്ത് ഉണ്ടാക്കിയ കാര്യം നമുക്കറിയാം. തിയേറ്റർ ഓണേഴ്സിന് എന്തുമാത്രം ആശ്വാസമായിരുന്നു അത് എന്നുള്ളതും നമ്മൾ തിയേറ്റർ ഓണേഴ്സിൻ്റെ വാക്കുകൾ, പ്രത്യേകിച്ച് തമിഴ്നാട്ടിലെ തിയേറ്റർ ഓണേഴ്സിൻ്റെ വാക്കുകൾ നമ്മൾ കേൾക്കുമ്പോൾ പോലും നമുക്ക് മനസ്സിലാവും. അയാളൊരു രക്ഷകനെ പോലെയാണ് അവിടെ. അയാൾക്ക് മാത്രമേ അത് രക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. വേറെ ഒരു താരങ്ങൾക്കും അത് നേടിയെടുക്കാൻ കഴിയാത്ത ആ ഒരു പദവി, പവർ, ആ റോളിലാണ് അയാൾ ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ഈ സിനിമയെ ചുറ്റിപ്പറ്റി, പ്രത്യേകിച്ച് ജനനായകനെ ചുറ്റിപ്പറ്റി വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട റൂമർ എന്ന് പറയുന്നത് ഭഗവന്ത് കേസരി എന്ന നന്ദമുരി ബാലകൃഷ്ണൻ ചിത്രത്തിൻ്റെ റീമേക്ക് ആണെന്നാണ്. കഴിഞ്ഞ ദിവസം സിനിമാ വിഗതൻ കുറച്ച് എക്സ്ക്ലൂസീവ് സ്റ്റിൽസ് ഒക്കെ പുറത്തുവിട്ടു. ആ സ്റ്റിൽസിലൊക്കെ തന്നെ ഈ ഭഗവന്ത് കേസരിയുടെ എല്ലാ ഷെയ്ഡ്സും കാണാം, പല സീനുകളും കാണാം. ഈ സംവിധായകനായ H. വിനോദ് പോലും അത് എതിർക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് കുറച്ച് സീൻസ് നിങ്ങൾക്ക് കാണാം, ചിലപ്പോൾ പല രംഗങ്ങളും കാണാം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അത് നിഷേധിക്കുന്നില്ല. അപ്പോൾ ഭഗവന്ത് കേസരിയുടെ റീമേക്കാണിത് എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒഫീഷ്യൽ റീമേക്കായിട്ട് തന്നെയായിരിക്കാം ചിലപ്പോൾ ജനനായകൻ വരിക. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ എന്തുകൊണ്ട് അവസാനത്തെ സിനിമയായിട്ട് വിജയ് ഒരു റീമേക്ക് ചിത്രത്തെ തിരഞ്ഞെടുത്തു എന്നുള്ളത് ഇപ്പോഴും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. എന്തൊക്കെ പറഞ്ഞാൽ പോലും അതാണ് ഞാൻ പ്രേക്ഷകരുടെ പൾസ് പറയുന്നത്. ഇങ്ങനെ റീമേക്കാണ്, ഈ സിനിമ, ഇതിൻ്റെ കഥ എല്ലാവർക്കും അറിയാം എന്നൊക്കെ പറഞ്ഞാൽ പോലുമാണ് ഇതുപോലെ ആദ്യ പ്രദർശനത്തിൻ്റെ ടിക്കറ്റുകൾ 2 മിനിറ്റിനുള്ളിൽ ചൂടപ്പം പോലെ വിറ്റഴിക്കപ്പെടുന്ന കാഴ്ച കാണുകയും അതെല്ലാം ആ മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ടും ആ മനുഷ്യൻ്റെ സിനിമ തിയേറ്ററിൽ പോയി ആഘോഷത്തോടെ ഫെസ്റ്റിവൽ മൂഡിൽ കാണണമെന്നുള്ള ആരാധകരുടെ ആവേശത്തിൻ്റെ പുറത്തുമാണ് ഈ ടിക്കറ്റ് ബുക്കിംഗ് ഇങ്ങനെ റൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്.